രേണു സുധി വിമാനമൊക്കെ പിടിച്ച് അങ്ങ് ചെന്നൈക്ക് പോയി ബിഗ് ബോസിൽ കയറിയിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നവർക്കായി ഇതാ രേണു സുധിയുടെ ഫ്ലവർ അല്ലടാ ഫയർ ആടാ പിടിച്ചോ. സംഭവം വേറൊന്നുമല്ല, രേണു സുധി തന്നെ ഓൾറെഡി അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് സമ്മതിച്ച ഒരു കാര്യമുണ്ട്, രേണു സുധിക്ക് ഒരു ഇന്റർവ്യൂ ഒക്കെ വേണം. ആരെങ്കിലും ഒക്കെ ഇന്റർവ്യൂ എടുക്കാൻ വന്നാൽ മാത്രമേ രേണു സുധിക്ക് വല്ലതും ഒക്കെ സംസാരിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3 ആഴ്ചയാകുന്നു ഇപ്പം വരെയും ആരും രേണു സുധീനെ ഇന്റർവ്യൂ ചെയ്യാത്തത് കൊണ്ട്, ശാരിക ഓൾറെഡി ഹോട്ട് സീറ്റിൽ യഥാർത്ഥത്തിൽ ഇരുത്തിയത് കൊണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു കോണ്ടന്റ് ഒന്നും കൊടുക്കാൻ രേണു സുധിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ആദില, നൂറ, സരിക ഇവര് 3 പേരും, സരികയാണേ ശാരികയല്ല സരിക, ഇവര് 3 പേരും കൂടെ രേണു സുധീനെ അങ്ങോട്ട് ഇരുത്തിയിട്ട് ഇന്റർവ്യൂ ചെയ്യുകയാണ്. അപ്പൊ ഹോട്ട് സീറ്റിൽ നിന്ന് ശാരിക ഇറങ്ങിപ്പോയി ഇപ്പൊ ആദിലയും സരികയും ഒക്കെയാണ് ഹോട്ട് സീറ്റ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ രേണു സുധിയോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്നിടത്ത് ബിന്നിയും കൂടെ ഉണ്ട് കേട്ടോ, ബിന്നിയും സംസാരിക്കുന്നുണ്ട്. അപ്പം രേണു സുധിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പൊ ഈ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമല്ലോ, അപ്പൊ ഇന്റർവ്യൂ കൊടുക്കുമ്പം ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് പണി കിട്ടാറാണ് പതിവ്. അപ്പോഴേക്കും അതിനുള്ള ബോധം, അതായത് രേണു സുധി പറയുന്ന മറുപടി ഇങ്ങനെയാണ്, എനിക്ക് ഈ പറയുന്നതിനകത്ത് എന്തുവാ കുഴപ്പമെന്നുള്ളതിന്റെ ഒരു ബോധം എനിക്ക് ഇല്ലല്ലോ, അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഈ പറയുന്നതിനകത്ത് കുഴപ്പമുണ്ട്, അങ്ങനെയാണ് പണി കിട്ടാറ്, ശരിയാണ്. പക്ഷെ എനിക്കത് പിന്നെ ഓർക്കുമ്പോൾ എനിക്കങ്ങനെ പറയണ്ടായിരുന്നു എന്നൊന്നും തോന്നിയിട്ടില്ല, കാരണം അതിനുള്ള ബോധം എനിക്കില്ലല്ലോ എന്ന് രേണു സുധി പറയുകയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചതിൽ സംഭവിക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആദിലേക്ക് ചോദിക്കുമ്പോൾ രേണു സുധി പറയുന്ന ഒരു കാര്യമുണ്ട്. സുധിച്ചേട്ടന്റെ ആ ഒരു ഇവരുടെ ആണ്ട് വരുമല്ലോ, ആ ആണ്ട് വന്ന സമയത്ത് ഞാൻ സുധിച്ചേട്ടന്റെ ആണ്ട് ചിരിച്ചുകൊണ്ട് വിളിച്ചു, ആൾക്കാർ ചിരിച്ചുകൊണ്ടാണ് വിളിച്ചത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അത് എനിക്ക് വിഷമം തന്നു എന്നാണ് രേണു സുധി പറഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ സരിക അന്നേരം പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ, നമ്മളിപ്പം ഒരാളുടെ ആണ്ട് വിളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ ചേട്ടൻ്റെ ആണ്ടാണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കത്തില്ലല്ലോ എന്ന് സരിക പറയുന്നുണ്ട്. അപ്പോൾ രേണു സുധിയും അത് ആദിലെ നൂറയും ഒക്കെ സമ്മതിക്കുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അവിടെ സംഭവിച്ച ഒരു കാര്യം ക്ലിയർ ആയിട്ട് അപ്പോൾ രേണു സുധി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, രേണു സുധി അടുത്തിരുന്ന് മകനോട് എന്തോ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ചിരിച്ചതിന്റെ ആ ഒരു ചിരിയിലാണ് സത്യത്തിൽ സുധിച്ചേട്ടന്റെ ആണ്ട് വിളിച്ചത്. അപ്പൊ ആ വേറൊരു കാര്യത്തിന്റെ ചിരിയും സംസാരിച്ചത് വേറൊരു കോണ്ടന്റുമായി, അങ്ങനെ ഒരു കാര്യവും ആയി പോയതാണ് കുഴപ്പമായത്. പക്ഷെ അത് പുറത്തു വന്നത് മറ്റൊരു രീതിയിലാണ്. പിന്നെ ആ ഒരു സംസാരം കഴിഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഈ ശരത്തപ്പാനിയുടെ കൺഫെഷൻ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഇടയിൽ കുറച്ച് ക്ലിപ്സ് ഒക്കെ അങ്ങനെ വന്നു. പിന്നെ വീണ്ടും കാണിക്കുന്ന ഒരു കാര്യത്തില് നമ്മുടെ സരിക ബിഗ് ബോസ് ഹൗസിൽ രേണു സുധി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ കട്ടിലാണ് തനിക്ക് ഏറ്റവും ഇഷ്ടം, സ്വന്തം വീട്ടിലെ കട്ടിലിനെ കാട്ടിയും ഇവിടുത്തെ കട്ടിൽ കൊള്ളാം എന്ന് രേണു സുധി പറയുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ശരിക്കും രേണു സുധിയുടെ ആ ഒരു നെഗറ്റിവിറ്റി മാറുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ രേണു സുധി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പോസിറ്റീവും നെഗറ്റീവും ഒന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു എന്താ പറയുക, നമ്മൾ ഈ ചില ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇടയിൽ കിളി പോയത് എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ ഒരു കിളി പോയതാണ് രേണു. പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല, ഒരു പാവം, ആർക്ക് വേണമെങ്കിലും പറ്റിക്കാം, ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ കമന്റ് ഇടുന്നവർക്കോ ഒക്കെ കൊണ്ട് നടക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആ ഒരു പക്വതയില്ലായ്മയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ അവർക്ക് പറ്റിപ്പോകുന്നതാണ്. എപ്പോഴെങ്കിലും ഒരു ബോധം വന്നിട്ട് ഈ മണ്ടത്തരം കാണിക്കേണ്ടിയിരുന്നില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ രേണുവിന് വരാം. അതൊക്കെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം അവരെ കൊണ്ടെത്തിക്കുന്നതാണ്. ചിലർക്കൊക്കെ സ്വഭാവ മാറ്റം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഏതായാലും ബിഗ് ബോസിൽ വന്നിട്ട് രേണു സുധിക്ക് സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പ്രശ്നത്തിലും ആൾ ഇടപെടാറില്ല, പേടിയാണ്. അപ്പം സരിക അപ്പൊ ചോദിക്കുന്നത് വെച്ചാൽ, ഇവിടെ ബിഗ് ബോസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ആ കട്ടിലിൽ തന്നെയാണല്ലോ കിടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് ആദിലെയാണ് അത് ചോദിക്കുന്നത്. ചോദിക്കുമ്പോൾ പറയുന്നത്, അത് മോന് തോന്നുന്ന കാര്യമല്ലേ, ഞാൻ അങ്ങനെയൊന്നും അല്ല, എനിക്ക് എൻ്റെതായ നിലപാടുണ്ട്. രേണു സുധിക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേ ഇടപെടൂ, അത് ഇന്നിപ്പോൾ ഈ നിമിഷം തീരുമാനിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലേൻ്റെ അടുത്തൊക്കെ ഭയങ്കര കാര്യമായിട്ട് തട്ടിക്കയറുകയാണ്. അപ്പോൾ രേണു സുധിക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും രേണു സുധിയുടെ മുമ്പിലേക്ക് മൈക്കും കൊണ്ട്, അത് ആ മൈക്കിന് പകരം ഇവിടെ ആദില കുപ്പി എടുത്ത് വെക്കുന്നുണ്ട്, കുപ്പിയും കൊണ്ട് ഇങ്ങനെ നിന്നിട്ടാണ് ഈ പറയുന്ന ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും ഇത്രയേ ഉള്ളൂ, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരെ വെച്ച് വലിയ ഭയങ്കര അവരങ്ങനെയാണ് അവരിങ്ങനെയാണ്
പിന്നെ രേണുസുതിയുടെ പേരുകളൊക്കെ മാറ്റിയൊക്കെയാണല്ലോ ഓരോരുത്തർ തമ്പൊക്കെ കൊടുക്കാറ്, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെയാണ് വിളിക്കുന്നത്. അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന ഹേറ്റ് കമന്റുകൾ കൊണ്ട് അല്ലെങ്കിൽ സൈബർ ബുള്ളിയിങ് യൂസ് ചെയ്ത് കടന്നു വന്ന പ്രശസ്തയായ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഒരു ഗുണമൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തി കൂടിയാണ് രേണുസുതി. ഇപ്പൊ രേണുസുതിയും ശാരികയും ഒക്കെ ഒരുപാട് നെഗറ്റീവ്സ് കമന്റ് കിട്ടിയത് കൊണ്ടാണ് ബിഗ് ബോസിലേക്കുള്ള എൻട്രി ഒക്കെ ഈസി ആയിട്ട് മാറുന്നത്. അപ്പോൾ ചിലർക്കത് ഗുണം ഉണ്ടാക്കും, ചിലർക്കത് ദുരോഹമായിരിക്കും, ചിലരുടെ ലൈഫ് തന്നെ, കരിയർ തന്നെ നശിക്കാനും അതിന് ആ ഒരു കാരണം ഉണ്ടാകും. ഏതായാലും അവർക്ക് ഈ പറയുന്ന സൈബർ ബുള്ളിങ്ങും അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ തോരെ വന്നതുകൊണ്ട് രേണുസുതി ഇന്ന് ബിഗ് ബോസിലിരിക്കുന്നു. ബിഗ് ബോസിലിരുന്ന് നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നു, സോഫയിലിരുന്ന് സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏതായാലും ശരി, രേണുസുതി ഒരു ഫണ്ണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം പറയുക. കാരണം രേണുസുതിയെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരെയൊക്കെയാണ് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇനി സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയേച്ചും വരാം. ബൈ.